and welcome to Comedy Master. നീ എവിടം വരെ പോകുന്ന എനിക്കൊന്ന് കാണണം. ഇന്ന് എന്റെ ദിവസമാണ്. അതായത് വേൾഡ് എനർജി ഡേ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതായത് എന്നെ പോലത്തെ ഭയങ്കര എനർജി ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിട്ടുള്ള ഒരു ദിവസം ഉണ്ടോ? അത് ഇന്ന് ചരിത്രത്തിൽ കുറിക്കും. അതും കോമഡി മാസ്റ്റേഴ്സിന്റെ വേദി. നീ പറയൂ, ആരെ ഇന്ന് ഇവിടെ എപ്പോ പറയട്ടെ. ഞാൻ അവിടെ ഇരിക്കാനല്ല ആൾക്കാർ വരുന്നത്, അവിടെ ഓൺ ആക്കാനും ഇവിടുത്തെ ബാറ്ററിയെക്കാട്ടിലും ഡബിൾ ബാറ്ററി ഓൺ ആക്കാനുമാണ് ഞങ്ങളുടെ ടീം വരാൻ പോകുന്നത്. അവര് വരുമ്പോൾ ഇവിടുത്തെ ഈ പ്രപഞ്ചം തന്നെ മാറും. കണ്ടോ, പ്രപഞ്ചം തന്നെ മാറിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അവരിവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. Let's welcome the Power Pack team, Moonwalker! Hey! Grounded, be lazy, move your body. Don't be lazy, move your body. Hey! Oh! Don't be lazy, move your body. Don't really grounded. Hey! വിചാരിക്കല്ലേ, ഞാൻ കണ്ട ഞങ്ങള് കണ്ടിട്ടില്ല. ബാക്കിൽ കൂടെ പോയതല്ലേ അണ്ണ, ഇവൾക്ക് കേറണം, ഇതിന്റെ ഇടയ്ക്ക് കയറി ഇത് കാണിക്കാനാണ്. ഈ ഒരു സ്റ്റെപ്പേ അറിയൂ. അപ്പൊ അതൊന്നും കാണിക്കണം. ഇവര് ഇടയ്ക്ക് കയറ്റുന്നില്ല, ഇങ്ങനെ കറങ്ങി ഇവിടെയും കയറ്റിയില്ലെങ്കിൽ ഇത് തുറന്ന് ഇപ്പൊ ഇതുവഴി വരേണ്ടി വന്നേ. ഇതിലൊരു സ്റ്റെപ്പ് പോട്ടെ, ഒന്ന് കൈയെങ്കിലും അനക്കാൻ പറ്റുമോ? പക്രുചേട്ടാ പറ്റുമോ? പറ്റില്ല. ഫ്ലോപ്പ്. അത്രേ ഉള്ളൂ. കിടിലം ടീം. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ കാണാൻ സാധിച്ചതിൽ. മൂൺ വാക്കേഴ്സ് ഞാൻ പറഞ്ഞെങ്കിലും AK വിനോദ് സംവിധാനം ചെയ്തിരിക്കുന്ന മൂൺ വാക്ക് എന്ന മൂവിയിലെ താരങ്ങളാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. അല്ല, ആദ്യം തന്നെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് പരിചയപ്പെട്ടു തുടങ്ങാം. എൻ്റെ പേര് സിബി. ഞാൻ എൻ്റെ ആദ്യത്തെ മൂവിയാണിത്. ഇതിൽ സുര എന്നുള്ള ക്യാരക്ടറാണ് ചെയ്യണേ. മനോജിനെ പ്രത്യേകിച്ച് നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷെ മനോജ് ഓൾറെഡി അമൃതയായിട്ട് ഇതിനു മുമ്പ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ റിയാലിറ്റി ഷോ, എന്റെ സെക്കൻഡ് റിയാലിറ്റി ഷോ അമൃത ടിവിയിലാണ്. അമൃത ടിവിയിലെ സെക്കൻഡ് റണ്ണറപ്പ് ആണ് ഞാൻ. മനോജിന്റെ ഡാൻസ് മാസ്റ്റർ അതെ, ഡൈനെ പഠിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ ഗതികേടൊക്കെ അല്ലേ? സോ മനോജിന്റെ ഇതിപ്പോ സെക്കൻഡ് മൂവിയാണ്. ഇതിന്റെ ഞാൻ ആദ്യം അഭിനയിക്കുന്ന മൂവി ഇതാണ്. ഇത് കണ്ടിട്ടാണ് ഞാൻ മലൈക്കോട്ടെ അഭിനയിക്കുന്നത്. ഓ, അങ്ങനെയാണല്ലേ? സാറിന്റെ അടിപൊളി, കൊള്ളാം. നെക്സ്റ്റ്. എൻ്റെ പേര് ഋഷി എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഈ പടത്തിൽ വരുൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ ഫിലിമാണ്. ഞാൻ ആദ്യം ചെയ്തത് 18-ാം പടി എന്ന് പറഞ്ഞൊരു ഫിലിമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ പടത്തിലേക്ക് വന്നത്. എന്നാ ഇനി മീനാക്ഷി ഇതിൽ ഗിറ്റാർ വായനയുണ്ടോ? ത്രൂ ഔട്ട് ആണോ? പാട്ടുണ്ടോ? ഈ പടത്തില് ഗിറ്റാർ വായിക്കുന്നില്ല. അടിക്കുന്നുണ്ടോ? ഒന്നുമില്ല. പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന ഒരു കുട്ടിയാണ്. സിനിമയെ കുറിച്ച് ഒന്നും പറയണ്ട, ക്ലൈമാക്സ് മാത്രം പറഞ്ഞാൽ അത് നമുക്ക് പോയി കാണാമല്ലോ. എന്റെ പേര് നൈനിത. മൂൺ വാക്കില് സീന റഷീദ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. എന്റെയും ഇത് ഫസ്റ്റ് ആക്ടിങ് എക്സ്പീരിയൻസ് ആണ്. സൂപ്പർ. എന്റെ പേര് അനുനാഥ് എന്നാണ്. ഞാൻ കോഴിക്കോടാണ് സ്ഥലം. ഇതിൽ ജയ്ക്ക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്നു. എന്റെ പേര് പ്രേം ശങ്കർ. ട്രിവാൻഡ്രമാണ് സ്ഥലം. ഈ സിനിമയിൽ സുദീപ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇതെന്റെ ഫസ്റ്റ് മൂവിയാണ്. എന്റെ പേര് സിദ്ധാർത്ഥ് എന്നാണ്. എന്റെ വീട് ചെന്നൈയിലാണ്. ഞാൻ ഈ സിനിമയിൽ ഷിബു എന്നൊരു ക്യാരക്ടറാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. ഭീമാപ്പള്ളി ഷിബു എന്നാണ് ക്യാരക്ടറിന്റെ പേര്.
അപ്പോൾ എല്ലാവരും സിനിമ കാണണം. തീർച്ചയായും. ഉറപ്പായിട്ടും മനോജെ, ഇത് ഫുള്ള് തിരുവനന്തപുരത്തിന്റെ കഥയല്ലേ പറയണേ? തിരുവനന്തപുരത്ത് നടക്കുന്ന കഥയാണല്ലേ? അതെ, ട്രിവാൻഡ്രം. വേറൊന്നും പറയാം, നമുക്ക് ആ ട്രെയിലർ അങ്ങ് കണ്ടേക്കാം. അതാണല്ലോ. അപ്പൊ പിന്നെ സംശയം ഒന്നും ഉണ്ടാവൂല. അതാ ട്രെയിലർ കാണാം. വരുമോ? വരും മച്ചാ, നീളം ഉള്ള ഒരുത്തനല്ലോ അളിയ. ആ നടക്കുന്ന കളിയില്ലടാ, അവന്റെ മുടിയുണ്ടാ ഇങ്ങനൊക്കെ. എന്റെ അമ്മോ. പക്ഷെ അളിയ ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്തില്ല അവന്മാർ. അത് നമ്മുടെ ഡിക്കിക്ക് അറിയാം. ജെന്നി ടീച്ചറെ അവന്റെ താക്കോൽ എടുത്തു. അവന് ജെന്നിയാണ്. പഠിച്ചിട്ടൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വിളിക്ക് കിടക്ക്. പിന്നെ ബ്രേക്ക് ഡാൻസ് പഠിപ്പിക്കാൻ മാസ്റ്റർമാരൊന്നുമില്ലല്ലോ. ബ്രേക്കാ? ഡാൻസിലാ ഡാൻസ്. എന്താ ഷിബു, നിനക്ക് ഇവളോട് പ്രേമോ? നെല്ലിന് പൊടിപ്പിക്കാൻ കൊണ്ട് നിർത്തിയാണ്. ഇപ്പൊ പിള്ളേരുടെ തുള്ളാൻ നടക്കണം. ഇത് പാപ്പി. മണ്ട അടിച്ച് വളർന്നളയും പഠിക്കണ പിള്ളേരാണ്. എല്ലാവരും മുടിയൊക്കെ വെട്ടി ഡീസന്റ് ആയിട്ട് നടക്കണം. എന്തുവാണ് ശല്യങ്ങൾ? ചെവിയും കേട്ടൂടെ, നിർത്തിയിട്ട് പോടേ. മുടിയും വളർത്തി കാലിന്റെ ബൈക്ക് കൊടുത്ത് വെച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പഠിക്കണ പിള്ളേരാണ്. 4 അക്ഷരം പഠിച്ച് രക്ഷപ്പെടട്ടെ. വീട് പ്ലേയുടെ സിറ്റിയിലെ പിള്ളേരുടെ ചാട്ടം മറിയക്കും പോലെ അല്ല നിങ്ങൾ ചെയ്യണം. സ്റ്റേജിൽ നിക്കണ കാണാൻ തന്നെ ചെത്താണ്. നീ അവന്മാരെ ഡാൻസ് ഉണ്ട്, അവന്മാരെ ടൈമിങ്ങും പ്രൊഫഷനും ഒക്കെ ചെയ്യണമെങ്കിൽ അവന്മാരെ പോലെ തന്നെ ചെയ്യണം. ചെയ്യണമെങ്കിൽ അവന്മാരെ പോലെ അല്ല, അതിനപ്പുറം ചെയ്യണം. I can see acid rain. Still, I want to dance. I want to dance dangerously. Presenting moonwalkers. Dancing dangerously. നമ്മൾ മത്സരിക്കാൻ വന്നല്ല, ജനിക്കാൻ വന്നളിയാ. അണ്ണാ, ഈ പടത്തിന്റെ കഥ പറയുന്ന ആ ഒരു ടൈമിനൊക്കെ ആയിരിക്കും അണ്ണൻ ഡാൻസ് ഒക്കെ ചെയ്തോണ്ടിരുന്നത്. ഡിസ്കോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അണ്ണൻ അല്ല, ഞാനിത് അണ്ണൻ കളിയാക്കാൻ പറഞ്ഞല്ല. സീരിയസ്ലി ആ ഒരു ടൈമിലൊക്കെ അണ്ണൻ ഡിസ്കോ ചെയ്യൂല വിതുരല്ലേ എല്ലായിടത്തും. നമുക്കൊന്ന് കാണാൻ പറ്റുമോ? തങ്കച്ചേട്ടനെ അവര് കളിച്ചെന്നെ അവരുടെ ഇടയിൽ ഒരു മ്യൂസിക് തരുവാണെങ്കിൽ ഞങ്ങളുടെ തങ്കച്ചൻ ചേട്ടൻ മൂൺ വാക്ക് ചെയ്ത് ഇവിടെ കിടിലമാക്കും. കമോൺ. ഇത് കഴിഞ്ഞ ശേഷം പറയാം, ആ പിള്ളേർ നന്നായിട്ട് കളിച്ചേട്ടാ, മുതുക്കാ നിനക്ക് വേറെ ജോലി ഇല്ലടാ ചോദിക്കാനുള്ള പരിപാടിയല്ലേ? ഇല്ലില്ല, വാ കമോൺ. ശരിക്കും ഈ പ്രായത്തിലും തങ്കച്ചൻ ചേട്ടൻ ഈ പ്രായത്തിൽ ഞാൻ വേറെന്ത് സഹിക്കേ? 2 സ്റ്റെപ്പ് കളിച്ചാൽ തളരുന്ന ശരീരമൊന്നും അല്ല. 2 ബക്കറ്റ് വെള്ളം ചൂട്ടും. ഞാൻ വിചാരിച്ച ആ താടിയുടെ ഒരു സൈഡിൽ നരയായിരിക്കും, അല്ല അത് പതയല്ല. അല്ല അവര് പറയട്ടെ. കിടിലായിട്ട് കളിച്ച് കളിച്ചോണ്ടിരുന്നപ്പോഴേ സൈഡിൽ എന്നെക്കാട്ടിലും നന്നായി ഡാൻസ്. ആ കൊട്ടം കരുതി തൈലോ ചൂട്ടോ എല്ലാം അവിടെ ഉണ്ടാവും കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ കരുത്തോടെ നിൽക്കണം. ഗംഭീരം. ഓക്കെ. അതിന്റെ ഇടയിൽ പിന്നെ ഒന്ന് നിങ്ങളെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി വന്നേ ഉള്ളൂ. അല്ല, നമുക്ക് അത് ശരിക്കും നമ്മളൊന്ന് എടുത്ത് പറയണം. അതല്ല, നമ്മളത് പറഞ്ഞപ്പോ തന്നെ തങ്കച്ചേട്ടൻ ഇത്രയും നാളായി എന്ന് പറഞ്ഞിട്ട് വന്ന് പെട്ടെന്ന് തന്നെ അത് കളിച്ചല്ലോ. അത് സ്റ്റെപ്പ് എത്ര പെർഫെക്റ്റ് ആണ്. അങ്ങനെ ഇഷ്ടം കൊണ്ട് കളിച്ചല്ല, അല്ലെങ്കിൽ വന്ന് കളിക്കേണ്ടി വരും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം,
കാറിന്റെ ലോണ്, വീടിന്റെ ലോണ്, എന്തെല്ലാം ലോണുണ്ട്. തങ്കച്ചേട്ടൻ എന്ന് പറയുന്ന ഉള്ളിൽ ഭയങ്കര സ്പിരിറ്റ് ഉള്ള ഒരാളാണ്. ഇപ്പൊ നിർത്തി, കൊള്ളിയാലും സ്പിരിറ്റും ഇപ്പൊ പണ്ടത് ആണ്. ഒരു കാര്യം പറഞ്ഞാൽ അപ്പൊ ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സ്, അത് ആ സ്പിരിറ്റാണ്. ഇപ്പൊ കണ്ട നമ്മള് ചെറിയൊരു പൂരമാണെങ്കിൽ ഇനി കാണാൻ പോകുന്ന വലിയ പൂരം എവിടെയാണ്? തിയേറ്ററിലായിരിക്കും. ഡു വാച്ച് മൂൺ വാക്ക്. അടിപൊളി മൂവിയാണെന്നുള്ളത് ഈ ഒരു ട്രെയിലറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഓറ? പൊളിക്കുമല്ലേ? ഇതുവരെ ഓക്കെ ആണോ? എന്തിനി നമുക്ക് കുറച്ചേരം ഇരുന്ന് റിലാക്സ് ചെയ്തങ്ങ് ചിരിച്ചാലോ? ഒരു ബെസ്റ്റ് ഐഡിയ ഉണ്ട്, അമ്പിളിക്കുട്ടനെ ഇറക്കാം. 3 അമ്പിളി സെറ്റ്. മൂൺ വാക്കേഴ്സിന് വേണ്ടി ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നു അമ്പിളിക്കുട്ടൻ. കൊമ്പിൽ കിലുക്കും കെട്ടി ഉള്ളരിഞ്ഞ പന്തുരുത്തി നാടൻ വെച്ച കുഞ്ഞിക്കുളമ്പടി ചോദിക്കോടാതെ മടിക്കാതെ. ഹലോ ഹലോ, യെസ്, പ്രൊഡ്യൂസർ പ്രക്കടിക്കുന്ന സുരേന്ദ്ര സ്പീക്കിംഗ്. പറയൂ. വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഈ ജയൻ സാറിന്റെ ഇതുപോലെ ശരപഞ്ചനൊക്കെ റീ റിലീസ് ചെയ്യാൻ എടുത്തില്ലേ, വളരെ സന്തോഷമുണ്ട്. അയ്യോ, മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ പടം മാത്രം റീ റിലീസ് ചെയ്താൽ മതിയാ? എന്റെ കൂടെ റിലീസ് ചെയ്യണ്ടേ? സൂപ്പർ സ്റ്റാറിലെ കേറി വരട്ടെ. അല്ല സാറേ, ഒരു സംശയം, സാറിന്റെ സൗണ്ട് എന്താ സാറേ ഇങ്ങനെ ആയിപ്പോയത്? ഒന്നും പറയണ്ടനിയാ. പണ്ട് മിമിക്രി തലയെ പിടിച്ചിരുന്ന കാലത്ത് ഒരു മിമിക്രിക്കാരൻ പയ്യനോട് ചോദിച്ചാലിയാ എങ്ങനെയാണ് ഈ ശബ്ദമൊക്കെ ഒന്ന് കടുപ്പിക്കണേന്ന്. അവൻ പറഞ്ഞ് ആറ്റിൽ ഉരുളുന്ന കല്ലെടുത്ത് നേരെ ചൂടാക്കിയിട്ട് വിഴുങ്ങാൻ പറഞ്ഞു. അങ്ങനെ വിഴുങ്ങിയതിന് ശേഷമാണ് സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറും. അയ്യോ മുതലാളി, കാര്യോടെ സംസാരിക്കില്ലേ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പകുതി ദൂരം വന്നപ്പോഴാണ് എനിക്കൊരു സംശയം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേന്ന് ഞാൻ തിരിച്ചു നോക്കിയപ്പോ എന്റെ സംശയം കറക്റ്റാണ്. ഞാൻ വീട്ടിലുണ്ട്. ഞാൻ എന്നെ പിടിച്ച് വലിച്ച് വിടം വരെ കൊണ്ടുവന്നെയാണ്. സംശയങ്ങൾ നമുക്ക് അപ്പുറത്ത് തീർക്കണം. വേണം. അത് എന്തെന്ന് വേണം? അല്ല, നിനക്ക് എന്നെ കൂടെ കൂട്ടിയില്ലേ, അതുകൊണ്ട് എനിക്ക് ഇത് തന്നെ വേണം. അയ്യോ കഷ്ടം തന്നെ. എടാ അമ്പളിക്കുട്ടാ, ഇന്ന് ഈ പുതിയ പടം റിലീസാവുകയാണ്. പ്രീ റിലീസാണ്. പക്ഷെ ഇവിടെ തിരക്കില്ലടേ. അപ്പുറത്ത് വേറെ ഏതോ പടം റിലീസാക്കി വെച്ചേക്കും. ഒരു പടം ഓടുന്നു. ഏത് പടം? പിള്ളേരെ പടം, മൂൺ വാക്ക്. കിടിലം പടം, ഭയങ്കര തിരക്ക്. ഇപ്പൊ എന്ത് ചെയ്യും? എനിക്കും ആ പിള്ളേരെ വെച്ച പടം എടുക്കണം ആഗ്രഹമുണ്ട്. നേരിട്ട് പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ്. അയ്യോ, ഞാനൊരു പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസർ പ്രക്കടിക്കുന്നു രാജേന്ദ്രൻ. അപ്പം എന്റെ പടത്തിലും ചെറിയൊരു വേഷം ചെയ്യോ? നല്ല പിള്ളേര്. ഒരു 500 രൂപ അഡ്വാൻസ് കൊടുക്കും. ഇവരെ വെച്ച് എടുക്കുമ്പോ നമുക്ക് നല്ല കഥ വേണം. നല്ല കഥ, ബലമുള്ള കഥ വേണം. കഥ എന്റെ ഉണ്ട്. എന്നാ പറ. ഉഗ്രം കഥ. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിന്റെ പശ്ചാത്തലമാണ്. ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ എടുത്തിട്ടുള്ള എല്ലാ പടങ്ങളും വിജയിച്ചിട്ടുണ്ട്. ആ ക്യാമറ ഇങ്ങനെ താന്നിങ്ങനെ ഇറങ്ങി വരുമ്പോ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു പൊങ്ങും. അത് നല്ല ഷോട്ട്. ബാക്കി പറ. ഇത്ര എഴുതിയിട്ടുള്ളൂ. നീ എഴുതണം. ഞാൻ എന്തോന്ന് പറയാനാണ് നിന്നെ? ഈ പടത്തിന് കുറച്ച് ആൾക്കാർക്ക് അവസരം കൊടുക്കുമായിരുന്നല്ലേ? മറ്റേ മൂൺ വാക്കിലൊക്കെ അഭിനയിച്ച കൊച്ചിന്റെ പേരെന്താന്ന്? മീനാക്ഷിയുടെ നമ്പർ ഉണ്ട് എന്റെ. നമുക്ക് സിനിമയിൽ ഒരു വേഷം കൊടുത്താലോ? നല്ല കുട്ടിയാ, നല്ലോണം അഭിനയിക്കും. അയ്യോ പഞ്ചാവൂലേ സുരേന്ദ്ര മാമ. അയ്യോ, സ്പീക്കർ ഇട്ടൊക്കെയാണ്. ഹലോ മീനാക്ഷി അല്ലേ? എന്താ ചേച്ചി? വിളിക്കണ്ട അഹങ്കാരി പെണ്ണെന്ന് പറഞ്ഞാ ശരിയാവൂല. എന്റെ സൗണ്ടാ ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ടല്ലോ. ആവശ്യമില്ലാതെ പറയരുത്. അഹങ്കാരി പെണ്ണ്. ആ പെണ്ണിനെ ശപിക്കും. ആ പെണ്ണിന്റെ സിനിമ 100 ദിവസം ഓടി വിജയിക്കട്ടെ. അതെന്തൊരു പ്രാക്ക്? സാധാരണ സിനിമ ഓടലെന്നല്ലേ പ്രാവുന്നത്? എടാ, സിനിമ ഓടണം. സിനിമ ഓടി അവക്ക് തിരക്ക് കാരണം അവിടെ വീട്ടിൽ ഇരിക്കാൻ സമയം കിട്ടരുത്. അവസരം കിട്ടണം. ഒരു നേരെ ഇരിക്കണം. അവളെ കൂടെ കുറെ അവന്മാരുണ്ട്. അവന്മാരെയും പ്രാവ്. അവന്മാർക്ക് സിനിമ വിജയിച്ച് ഇഷ്ടംപോലെ പടം കിട്ടും. തന്നെ 3 വാക്ക് ചെയ്ത് അവന്മാരെ ഷൂസ് മൊത്തം തേഞ്ഞ് ഓട്ട വീണത്. എന്റെ പടത്തില് ഒരു വെകിളി പയ്യന്റെ വേഷം ഒരു ഉഗ്രം പയ്യനുണ്ട്. നെടുമങ്ങാടുള്ള പയ്യനാണ്. പനിക്കോട് പയ്യന്റെ പേര് ചട്ടിയാവില്. അവന്റെ മാമന് ഞാനോട്ട് നല്ല കമ്പനിയാണ്. അതുകൊണ്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നമ്പരൊക്കെ ഉണ്ട്. ഹലോ കുട്ടിയാകിലല്ലേ? പറഞ്ഞോ മാഡം. അതൊന്ന് സൗണ്ട് കേട്ടത്. മെസ്സേജ് തിരക്കായോണ്ടാണ് മാഡം കട്ട് ചെയ്ത്. കുഴപ്പമില്ല, രാത്രി വിളിക്കാം. മാമ
എവനോട് എപ്പോഴും ഡാൻസ് കളിക്കുന്ന ഒരു പെണ്ണുണ്ട് അമൃതയില്, എലീന പഠിക്കൽ. അവക്കൊരു മുന്നറിയിപ്പ് കൊടുക്കണം. നീ തീക്കൊള്ളി കൊണ്ടാണ് തലി എനിക്ക് പ്രേമവും കാര്യങ്ങളൊന്നും ഒരു കല്യാണമൊക്കെ കഴിച്ചുകൂടെ? എനിക്ക് പ്രേമം ഉണ്ടായിരുന്നു, ബ്രേക്കപ്പായി. ചെറിയ കാര്യത്തിന് നീ ഒരു കാര്യം ചെയ്യും, വിളിച്ച് സംസാരിക്കും, പിണക്കം മാറ്റാം. മാറൂ, നോക്കട്ടെ. സുരേന്ദ്രന്റെ അടുത്തുണ്ടോ? ഹലോ ഹലോ ഹലോ, ഞാനാണ് അമ്പിളിക്കുട്ടൻ. എടാ അമ്പിളിക്കുട്ട, നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തരുതെന്ന്. അതെ, പിന്നെ ഞാനൊരു വേറൊരു കാര്യം പറയാൻ നിന്റെ അടുത്ത്. വേണ്ട, നിന്റെ ഒരു കാര്യം എനിക്ക് കേൾക്കണ്ട. അല്ലടി, ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്ന്. എന്താ ഇത്ര സന്തോഷം? അത് പിന്നെ എനിക്ക് ഇന്ന് ലൈസൻസ് കിട്ടി. അതിന് ഞാനെന്തോ വേണം? നീ നാളെ തൊട്ട് റോഡിൽ ഇറങ്ങി നടക്കുമ്പോ ഒന്ന് സൂക്ഷിച്ചോ കേട്ടാ. പറഞ്ഞിട്ടുണ്ട് മുതലാളി, എനിക്കൂടെ സിനിമയിൽ ഒരു വേഷം ഉണ്ടാ മുതലാളി. നിനക്ക് വേഷം തരണം എന്ന് പറഞ്ഞാൽ നിനക്ക് അഭിനയിക്കാൻ എന്തെങ്കിലും ഉണ്ടാണ്? നന്നായിട്ട് അഭിനയിക്കും ഞാൻ, പിന്നെ പൊളിക്കും ഞാൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഡാൻസ് ആണ് മെയിൻ. നമ്മളിപ്പോഴത്തെ മൂൺ വാക്ക് സിനിമയുണ്ട്, അതിനകത്തുള്ള ഡാൻസ് അല്ല സംഭവം, പണ്ടത്തെ ഡാൻസ് ആണ്. പണ്ടത്തെ ഡാൻസ്, പഴയ കാലഘട്ടത്തിൽ നമുക്ക് ഡാൻസ് വഴി ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുവാടെ. അതെങ്ങനെ? അത് നമുക്ക് ഡാൻസ് സംസാരിക്കും. നീ അവിടെ നിന്നില്ല, നീ എന്റെ പ്രേക്ഷകൻ, ഞാൻ ഡാൻസ് കളിക്കും. നീ എന്റെ കൂട്ടുകാരൻ എന്തുകൊണ്ട് ചോദിച്ചോ, ഞാൻ ഡാൻസിനോട് ഉത്തരം പറയും. ഹലോ, പണിയൊക്കെ ഉണ്ടോ? നാളെ ഉണ്ടോ? നമുക്കേ ഒരു ചെറുതെടുത്താലോ? ഞാനുണ്ടാ? ഇല്ല, ഷെയറിട്ട് എടുക്കണം. എടുക്കണോന്ന് യവന. നമുക്ക് കാര്യവും പറയാല്ലേ മുതലാളി? എനിക്ക് അഭിനയം, എനിക്ക് കൂടെ ചാൻസ് താ മുതലാളി. വാസന്തി ലക്ഷ്മി പിന്നെ ഞാൻ സിനിമ ഉണ്ടല്ലോ, അതിനകത്ത് മറ്റേ സായി കുമാറിന്റെ കഥാപാത്രം ഉണ്ടല്ലോ. തോമസ് സാറ് അത് ഞാൻ പറയും. പറഞ്ഞു ഞാൻ നിന്നെ ഇങ്ങനെ പൊരിക്കും. നീ ഭയങ്കര വില്ലനായിട്ട് അഭിനയിക്കണം. തോമസ് സാറ് പാവാ. ഇത് വേണോ തോരത്ത് കുറുക്കി കൊല്ല? തോമസ് സാറ് പാവാ. തോമസ് സാറ് കേട്ടാ, ആ എക്സ്പ്രഷൻ പറഞ്ഞോടാ മുഖത്ത്. എങ്ങനെയുണ്ട് മലയാളി? അറിയാതെ പറ്റിപ്പോയാണ്. ഇന്നോട്ടി അമ്പിളി കുട്ടനല്ല, അമ്പിളി കുട്ടി. നമ്മള് സഹിക്കണമല്ലോ. തെന്നിപ്പട്ടി മുതലാളി. സുഖം തന്നെ. സുഖമാണ് ചേട്ടാ. എന്നാണ് വിശേഷം? എന്നാ തിളക്കം കാണാന്? എന്നെയല്ലേ? ഞാൻ തിളങ്ങി അങ്ങ് വേറെ ലെവലിലായിരിക്കുന്നു. ഹലോ മച്ചാനെ. അത് മോളെ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളോട് പരാതി പറഞ്ഞിരുന്നു, ഒരാളിനെ കൊണ്ടുവന്നില്ല. പറഞ്ഞു. അവര് വന്നിട്ടുണ്ടോ? ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആരാ വന്നേ? നിങ്ങൾ പറയണ്ട, ഞാൻ പറയാം. അല്ല, ഞാൻ പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, എന്നാ നീ തന്നെ അങ്ങോട്ട് പറ. ആരും വരണ്ട, ഞാൻ തന്നെ അങ്ങ് വന്നോളാം. അമ്മു, ഉടഞ്ഞു പോവും. അയ്യോ ഇല്ല, ഞാൻ മെല്ലെ ഒന്ന് കെട്ടിപ്പിടിച്ചതേ. ഇവരെ ഒന്നുകൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇവര് പത്തനംതിട്ടയില് കരുണാലയം എന്ന സ്ഥാപനത്തില് ഉള്ള അവിടുത്തെ മികച്ച കലാകാരന്മാരും ഒരു കലാകാരിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതുപോലെ പ്രായമായ ഒരുപാട് അമ്മമാരും അല്ലേ, 350 പേരോളം അവിടെ ഉണ്ട്. അവരിൽ നിന്ന് അവരുടെ പ്രതിനിധിയായിട്ട് 3 പേര് ഇവിടെ വന്നിരിക്കുന്നതാണ്. നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഒരുപാട് പേര്. അപ്പൊ ബാറ്ററി ഓൺ ആക്കിക്കോ. യെസ്, അപ്പൊ ഡാൻസ് ചാർജ് ചെയ്ത് ചിരിപ്പിക്കാൻ റെഡിയാണോ? ഞാനൊന്ന് മാറി തന്നാ റെഡിയാന്ന്. ഹലോ, ഓൾ ദി ബെസ്റ്റ്. കാണാം നമുക്ക് ഡാൻസ്. മറന്നുവോ നീ സരളേ, എന്നെ തേക്കുവാൻ നീ ശ്രമിച്ചു. മറന്നുവോ നീ സരളേ, എന്നെ തേക്കുവാൻ നീ ശ്രമിച്ചു. അവിലിൽ ഞെവിടുന്ന പഴം പോലെന്റെ ഈ അവിലിൽ ഞെവിടുന്ന
പഴം പോലെന്റെ ഈ ചെവിടിൽ ഞെവിടി വിട്ടു സരളേ മറന്നുവോ നീ സരളേ എന്നെ തേക്കുവാൻ നീ ശ്രമിച്ചോ കരിങ്കാളി കയ്യിലെന്തടി കവളം മടലൊന്നു കണ്ടടി കിളി പോകും തല്ല് കിട്ടിയ മിന്നായം എരിവാക്കാൽ എന്നെ മൂടല്ലേ കരിനാക്കാൽ എന്നെ പ്രാഗല്ലേ പഴം തുണിയാൽ മൂടി വെക്ക് നീ വായാദ്യം ലോകവട്ടാങ് തേറി പാഴ്സൽ വേണമല്ലേ ഇടികിട്ടും കിണ്ടൽ പോലെ ഇല്ലുവെള്ളമാകുകില്ലേ ഈ കക്ഷി കിടുക്കാച്ചി തെറികേക്കൽ പതിവാക്കി നീ പറയും പൊൻതെറികൾ എൻ കാതിൽ മന്ത്രമൊഴി കത്തും വാട്സപ്പ് ചാറ്റും പൊക്കി വീട്ടിൽ മൊത്തം അച്ഛൻ തല്ലാൻ നോക്കി അമ്മ കൊല്ലാൻ നോക്കി നീ നാടിന്നു വേണ്ടാത്തവൻ നിന്റെ വീടിന്നു വേസ്റ്റായവൻ നിന്നെ കെട്ടണേ സർക്കാർ ജോലി അത് മസ്റ്റായിട്ടുണ്ടാവണം. കേട്ടോടാ അവള് പറഞ്ഞത്? അവളെ കെട്ടണമെങ്കിൽ സർക്കാർ ജോലി വേണം. ഏതാണ് ഈ പറഞ്ഞ? ആ സർക്കാർ ജോലി വേണം, എന്നാല് പറ്റുള്ളൂ. മസ്റ്റായിട്ടും വേണം. നിനക്കുണ്ടോ സർക്കാർ ജോലി? നിനക്കോ? പിന്നെ എനിക്ക് സർക്കാർ ജോലി ഇല്ല. നമ്മളിനി എന്തോ ചെയ്യൂടാ. നമ്മുടെ ചെക്കനല്ലേ വേടൻ, നമ്മുടെ പയ്യനും പറഞ്ഞ മാതിരി അങ്ങ് ചെയ്യാം. എടാ ഷെബിനെ, അടുത്ത പാട്ടിടാ. എങ്ങനെയുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യൽ പെർഫോമൻസ്? ഇഷ്ടപ്പെട്ടോ? ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ. ചുമ്മാരാന്ന് ഹരികൃഷ്ണൻസ് ആയിരുന്നു ഇവിടെ. വേറൊരു നായികയ്ക്ക് വേണ്ടി രണ്ടുപേര് കടിപിടി കൂടുക. അതില് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ശശിമാമൻ ഊണ് കഴിച്ചിട്ട് ചെന്നാൽ മീശ കറുപ്പിക്കാന്ന് പറഞ്ഞിരുന്നല്ലേ? പക്ഷെ ഊണ് കഴിച്ചിട്ട് പുളിശ്ശേരിയും കുടിച്ച് മോരും കുടിച്ച് അത് വഴിയൊക്കെ പോയി. മീശ കറുപ്പിക്കാൻ മറന്നുപോയി അല്ലേ? അല്ല പറഞ്ഞില്ല. ഒന്നാമതെ പനി, രണ്ടാമത് ഞാൻ ആലോചിച്ചപ്പം ഇത്രയും കറപ്പിച്ചിട്ട് ഇടയ്ക്കൊരു വെള്ളം ഇരിക്കുന്ന നല്ലതാ. ലഡുവില് മുന്തിരി ഇരിക്കുമല്ലേ? ഇതൊക്കെ ഫുൾ വെള്ളയാണ്, ഡൈ ആണ് ഇതൊക്കെ. തങ്കച്ച പറയരുത്. ഞാൻ പറയട്ടെ, തങ്കച്ചിനൂടെ പഠിച്ചതാ. കൊച്ചു പയ്യനാ, നമ്മൾ കുറ്റപ്പെടുത്തരുത് കുഞ്ഞുങ്ങളെ. അതെ, നമ്മൾ അതേ സമപ്രായക്കാര് കുറ്റപ്പെടുത്തരുത്. കൊച്ചു പയ്യനാണ്. മക്കളൊക്കെ വളർന്നു വരുന്ന കുട്ടികളാണ്. നാളെയെന്നും പറഞ്ഞിരിക്കുന്ന ഞങ്ങളൊക്കെ. തങ്കുനെയും കൂടി ആണോ തങ്കച്ച? ശശി അച്ഛനും രവിച്ചനും എപ്പോഴെങ്കിലും നിങ്ങളുടെ ചെറുപ്പകാലത്ത് ഇതുപോലെ നല്ല ചുള്ള വേഷങ്ങൾ ഇട്ടിട്ടുണ്ടോ? മനസ്സിൽ പഠിക്കുന്ന സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ അച്ഛന്റെ അമ്മയുടെയും വരുമാനവും വീട്ടിലെ അതുകൊണ്ട് നമ്മൾക്ക് ആഗ്രഹങ്ങളെ ഒതുക്കി. പിന്നെ ഒരു പാൻ്റൊക്കെ തേച്ച് കിട്ടുകൊണ്ട് പോയി, പുതിയ തേപ്പൊക്കെ ഇട്ട് പുതിയ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ നമുക്കൊരു വലിയൊരാളായിട്ട് സ്വയം തോന്നും. എന്നാൽ മറ്റുള്ളവർക്കൊപ്പം മത്സരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ കുറെ ഇരിക്കുന്നുണ്ട്. അന്നു കഴിയിട്ടാ പിറ്റേ ദിവസം സ്കൂളിൽ പോകുന്നത്. പിന്നെ ശശിയൊന്നും പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾ എപ്പോഴും അടി മാറിയില്ല. ഞാൻ ഒരു കാര്യം ചെയ്യണം അമ്മേ, ഇപ്പോഴെങ്കിലും ആരെങ്കിലും ഒരാളെ തീരുമാനിക്കാറായോ? ഇവരിൽ ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഇനി ആരെ പറയും? എനിക്കായിരിക്കുന്ന പക്രൂച്ചായിരുന്നു. എങ്ങനെ? എനിക്കതിനെയായി ഇഷ്ടം. പക്രൂനെ എനിക്ക് ആണോ? ഒരു ഫ്ലൈങ് കിസ് കൊടുത്താലോ? ഒരു മെട്രോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത് ഞാനും കണ്ടു. പക്ഷെ പക്രചേട്ടാ, എനിക്ക് തോന്നുന്നത് എന്നാന്നറിയോ, ഇവിടെ ഈ അമ്മ നന്നായിട്ട് ആക്ച്വലി ഡാൻസ് അടിപൊളി. അതെ,
അപ്പൊ ഈ അമ്മയുടെ കൂടെ ഡാൻസ് കളിക്കാൻ നമുക്ക് കുറച്ച് ചുള്ളം പയ്യന്മാരെ ഇവിടെ മൂൺ വാക്ക് ടീമിനെ ഞാൻ വിളിക്കാണ്. കമോൺ. സുമതി ചേച്ചിയും പിള്ളേരും ഡാൻസ് കളിക്കാൻ റെഡിയാണ്. നമുക്കെന്നാ അവർക്കങ്ങ് സ്റ്റേജ് വിട്ടുകൊടുത്തേക്കാം, അവര് കളിച്ചോട്ടെ. എന്റെ പിള്ളേര് എന്റെ കുഞ്ഞുങ്ങൾ ഡാൻസ് കളിക്കാൻ പോകുന്നു. കണ്ടോളൂ. கொஞ்சம் நின்னின்பம் என் நெஞ்சில் ஈடமோடும் ஈனம் பாடும் ஈராவில் என் மோகம் சூடும் தென்னல் கரளில் சின்னம் பொன் திங்கள் என்னும் நாதம் லயம் வீண தேடும் മൂൺവാക്ക് ടീം നിങ്ങൾ അടിപൊളിയായിട്ട് ഗംഭീരായിട്ട് കളിച്ചു കേട്ടോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗേൾസിന് ചെറിയൊരു അസൂയ തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരാഗ്രഹം, നമ്മുടെ ശശിമാമന്റെയും കൂടെ രവിമാമന്റെയും കൂടെ ഒന്ന് പെർഫോം ചെയ്യണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം. ബായോ ഞാനങ്ങ് ഏൽപ്പിച്ച് കൊടുക്കാണ്. ഒരു കാരണവന്റെ സ്ഥാനത്ത് നിന്നും വരൂ. എന്റെ കൊച്ചോട് അല്ല കൊച്ചില്ല, കൊച്ചു വേറെ. ഞാൻ കൊച്ചു വേറെ കളിക്കാളോ. എന്നെ ഇത്ര ഡിമാൻഡ് അവർക്ക്. വാ പണ്ണനൊങ്കിലെ പാൽക്കരനോല പാനി 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 the weather is so sunny let's drink a bit of honey it's cooling it down സൂപ്പർ. പക്ക ചേട്ടാ, ഈ ഒരു പെർഫോമൻസിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സ് നിറഞ്ഞു. പക്ഷെ ഒരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ഇതിനൊരു ബാറ്ററി ചാർജ് കാര്യങ്ങൾ ഒക്കെ വേണോ വേണ്ടയോ, അത് നമ്മൾ ചാർജ് കൊടുക്കുന്നുണ്ടോ, എന്താണ് പക്രചേട്ടന്റെ ഒരു അഭിപ്രായം? അല്ല, ഇതിപ്പോ എന്തായാലും ഒരു കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് ഇവര് പെർഫോം ചെയ്യുന്നതല്ലേ. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ പ്രോത്സാഹനം അവർക്ക് ഉണ്ടാവും. ഈ പ്രായത്തിൽ അവർ ഈ ഫ്ലോറിൽ എത്തിയത് നമുക്ക് വലിയൊരു ഗിഫ്റ്റ് അല്ലേ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ മൂൺ വാക്കിന്റെ പുതിയ കുട്ടികൾ അവര് പോലും എത്ര ആവേശത്തോടു കൂടിയാണ് അവരെ സ്വീകരിച്ചത്. അപ്പൊ അവര് വലിയ ഒരു മാതൃകയാണ്. ഇന്നത്തെ ഈ ഒരു ചെറിയ പ്രോഗ്രാം അല്ല, വലിയ സംഭവം തന്നെയായിരുന്നു സംഗതി. അതെ, അതിന് കിട്ടിയ എമൗണ്ട് എത്ര നമുക്ക് അപ്പൊ എന്തായാലും അമ്മയ്ക്കും അച്ഛന്മാർക്കും കൂടെ ലഭിച്ചിരിക്കുന്നത് 10,000 rupees ആണ്. ബാങ്ക് ഓഫ് കൊച്ചി വളരെ സന്തോഷപൂർവ്വം ഇവർക്ക് 10,000 rupees. പൊളിമ ചാൻസ്. അപ്പൊ ഇനി വരുമ്പോഴേ നമുക്ക് കുറെ മുട്ടായും പിന്നെ 4 മണി പലഹാരങ്ങളൊക്കെ ആയിട്ട് വരണേ. ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് വരാം. അവിടെയുള്ള എല്ലാ അമ്മമാരോടും അച്ഛന്മാരോടും ഞങ്ങളുടെ അന്വേഷണം പറയണം. ഇപ്പൊ TV ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഞങ്ങളുടെ വക. ഓക്കെ, ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റർ. ഇതെന്ന് നീ ഇവിടെ മൂൺ വാക്കിന്റെ പ്രൊമോഷൻ അല്ലേ വന്നത്? അല്ല, എന്താ സംഭവം എന്ന് വെച്ചാലേ എനിക്ക് ഈ ആങ്കറിംഗിന്റെ അസുഖം ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ മൂട്ടി തീട്ട പോലെ ഇരിക്കാൻ പറ്റുന്നു. അടുത്ത് നമ്മൾ സ്കിറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് മത്സര സ്കിറ്റ് ആണ്. ബൈജു ചേട്ടനും പ്രവീൺ ചേട്ടനും ഉണ്ട്. അപ്പൊ നീ വെച്ച് കാണിക്കും. ബാറ്ററി ചാർജ് ആയോ? ആ ബാറ്ററി ചാർജ് ആവാൻ ഞാൻ പറഞ്ഞിരുന്നു. പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഈ നിമിഷത്തിൽ ഇവരുടെ പെർഫോമൻസ് കാണണോ വേണ്ടയോ? കാണണോ? അതാ നിങ്ങളുടെ മുന്നിൽ വരുന്നു. കുട്ടനല്ലേ ആ പോണത്? ഈ നാറ് ഇന്നും പണിക്ക് പോയായിരുന്ന ബാക്കിയുള്ളവന്റെ വില കളയാനായിട്ട്. സന്ധ്യ ആയി കഴിഞ്ഞാൽ നമ്മുടെ മൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ്, മഴ, ചിങ്ങമ്പഴം, അന്തസ്. ദീപ് അം ദീപ് അം ദീപ് അം ദീപ് അം ദീപ് അം ദീപ് അം ഈ തരത്തിന് ഇതെനിക്കുള്ളതാ.
നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിതി നടുവേദനെടുത്തിട്ടെന്റെ പൊന്നോ. എന്റെ അമ്മയ്ക്ക് വയ്യെങ്കിൽ എന്നോട് പറഞ്ഞാ പോരാ, ഞാൻ വിളക്ക് കത്തിച്ച് വെക്കത്തില്ലേ. എന്റെ മരുമോനാ ഇവൻ വിളക്കത്തിക്കണ കാണാനായിട്ട് എന്ത് രസമാണെന്ന് അറിയാമോ? കഴിഞ്ഞ ദിവസം വിളക്കത്തിക്കാൻ പറഞ്ഞപ്പോ 4 മണ്ണെണ്ണ വിളക്കാണ് അടുപ്പിലിട്ട് കത്തിച്ചത്. എന്നിട്ട് ആ അടുപ്പിലെ പുക പോകുമ്പോ അപ്പുറത്തെ വീട്ടിലെ വിലാസിനി ചേച്ചിയുടെ വക ഒരു കോമഡി, അയ്യസാറോ നിങ്ങളുടെ വീട്ടിലേക്ക് മാറ്റിയോന്ന്. അവർക്ക് വിവരമില്ലെന്നേ. ഇവന് നല്ല വിവരമാണ്. സാധാരണ പെണ്ണുങ്ങളാണ് ഭർത്താക്കന്മാരോട് പിണങ്ങിയിട്ട് ഇവിടെ വന്ന് താമസിക്കണത്. ഇത് ഇവൻ ഭാര്യനോട് പിണങ്ങിയിട്ട് ഇവൻ ഭാര്യ വീട്ടിൽ വന്ന് താമസിക്കണം. അവളാണെങ്കിൽ അവിടെ, അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു വെള്ളം ചൂടാക്കി തരുമായിരുന്നില്ല. എന്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഞാൻ ഒരു വേലക്കാരിയെ കണ്ടുപിടിച്ചോണ്ട് തന്നില്ലായിരുന്നാ? ശരിയാ, മുമ്പ് ഇവനൊരു വേലക്കാരിയെ കണ്ടുപിടിച്ച് തന്നായിരുന്നു. പിന്നെ ഇവരെ രണ്ടുപേരെയും കണ്ടുപിടിക്കാൻ പറ്റ പാട് എനിക്ക് മാത്രമല്ലേ. പാചക്കാലോചിച്ച് കഴിച്ചു ഞാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളാണ് നാട്ടുകാർക്ക് മൊത്തം എന്റെ കുറ്റം പറഞ്ഞ് കേൾപ്പിക്കുന്നത്. പേരാട്ടക്കേളവി ഒരു സ്വസ്ഥത തരികയല്ല, ഒരു സമാധാനവും തരികയല്ല. എന്റെ വിലാസിനി ചേച്ചി വെള്ളം കോരുന്നതിന് മുമ്പ് ആ കപ്പിയിലിച്ചിരി എണ്ണയോ ഗ്രീസോ ചേർത്ത് ആ കപ്പി കരയുന്ന ഇവിടെ കേൾക്കാല്ല. കപ്പി അരിഞ്ഞതല്ലടാ, വിഷമം കൊണ്ട് ഞാൻ കരഞ്ഞതാണ്. അയ്യോ, അമ്മ കരയുന്നോ? നീ എന്റെ പെരട്ടക്കളവെന്ന് വിളിച്ചില്ല. എന്റെ അമ്മ കരയരുത്, കരയുന്ന മുഖം കൊള്ളത്തില്ല. അമ്മ ചിരിക്കണം, ചിരിക്കണ മുഖമാണ് ഈ മരുമോന് കാണേണ്ടത്. ചിരിക്കമ്മേ, ചിരിക്ക്. നിർത്തിക്കേ, അമ്മ കരഞ്ഞു. എന്തായാലും എന്റെ വാസക്കൊച്ചത്ത ഇതൊന്നും കാണാനും കേൾക്കാനും നിങ്ങൾ ഇവിടെ ഇല്ലല്ല. നേരത്തെ പോയില്ലേ? ആ പറച്ചില് കേട്ടാ തോന്നും പുള്ളി ചത്ത് അങ്ങ് മേളിരിക്കുവാന്ന്. ഈ തള്ളകളെ ശല്യം സഹിക്കാൻ പറ്റാണ്ട് വെളുപ്പിനെ ഷാപ്പിൽ പോയിരിക്കും അങ്ങേര്. ഞാൻ പറഞ്ഞത് നേരത്തെ പോയില്ല, ഇത് നേരത്തെ പോയില്ല. എന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. കാരണം ഞങ്ങൾ ഒരേ പ്രായക്കാരല്ല. ഇത് സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്ത് തരാൻ ആരും ഇല്ലാത്ത കാരണം ഞാനിപ്പോഴും നരച്ചിരിക്കും. അല്ല, ആരായി ഇരിക്കണത്? വിതുരേനെ തങ്കുകൊണ്ടല്ലേ? 16-ാമത്തെ വയസ്സിൽ എന്നെ ആദ്യമായിട്ട് പെണ്ണാണാൻ വന്നത്. നീ ചിരിക്കണ്ട, നിന്റെ അതേ സ്വഭാവമാണ് ഇവനും. ജന്മത്തെ പണിക്ക് പോകൂല, ഇതേപോലെ കലിങ്കേല് വന്നിരിക്കും. എന്നിട്ട് ഇവിടെ നടക്കണം നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ നീ വെറുതെ ഇരുന്ന് അങ്ങോട്ട് കിടിക്കും. എടാ മോനെ ബാബുവിന്, നീ ഇന്നെന്താ പണിക്ക് പോയിരുന്നത്? എന്റെ അമ്മ, ഞാൻ പണിക്ക് പോകാൻ എന്നിറങ്ങിയാലും ആ ദാസന്റെ പൂച്ച വന്ന് വട്ടം ചാടും. അത് അപശകുനമല്ലേ? പിന്നെ ഞാനിങ്ങനെ പണിക്ക് പോണത് ഈ പൂച്ച കാരണം ഞാൻ ഒരാഴ്ച ഈ വീട്ടിൽ കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട്. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നാളെ പൂച്ച പുറത്തിറങ്ങുമ്പോ നീ വട്ടം ചാട്. ഒരാഴ്ച പൂച്ച വീട്ടിലിരിക്കട്ടാ, കട്ടാമുക്ക് വർത്താനം പറഞ്ഞിരിക്കണം. അമ്മ പറയുന്ന പോലെ എനിക്ക് പണിക്ക് പോകാൻ മടിയൊന്നുമില്ല. ഞാൻ ഈ നാളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാ. എന്റെ നാള് മൂലമാണ്. അപ്പൊ ജോത്സ്യം പറഞ്ഞു മൂലത്തിൽ പൈസ ഇരിക്കത്തില്ലെന്ന്. മൂലത്തിൽ പൈസ ഇരിക്കത്തില്ല. ആരാ അവനോട് ഇത് പറഞ്ഞത്? 1.5 കിലോ സ്വർണം പരിഹരിക്കും ഈ ആൾക്കൊട്ടിൽ നടക്കണമെന്നിരിക്കും. എന്നിട്ട് ഇവൻ നാളിന്റെ ദോഷവും പറഞ്ഞ് കിടക്കേ എന്റെ പെൻഷൻ കാശിട്ട് ഇവിടെ കഞ്ഞി പിടിച്ചു പോണു. അറിയാമോ? അമ്മയുടെ ഈ മാസം പെൻഷൻ വന്നാ? ഇന്നലെ ഒന്നല്ല. എന്റെ പൈസ മേടിച്ചിട്ട് പോയിട്ട് ഇവരെ മറ്റേ കള്ളും കഞ്ചാവും കുടിച്ച് കയറി വരാനാ. അയ്യോ, എന്നെ അടിച്ചെന്ന് പറഞ്ഞാലും സുശീലിനൊരു മൈൻഡ് ഉണ്ട്. ആ മൈൻഡ് വിട്ടൊരു കളിയില്ല. സുശീലന്റെ മൈൻഡ് നിങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. ആയിക്കണെന്നാടാ, അത് നമ്മുടെ വീട്ടിലെ വാഴയല്ലേ. ഇന്നവനത് വാഴ. കഴിഞ്ഞ ദിവസം കഞ്ചാവ് അടിച്ചു വന്നിട്ട് ആ വാഴക്കരുത്ത് കെട്ടിപ്പിടുത്തോ ഉമ്മ എന്താടാന്ന് ചോദിച്ചപ്പോ ഇവൻ പറയാണ് ഞങ്ങള് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വകാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ടാന്ന്. അതാണ് സുശീലന്റെ മൈൻഡ്. ഹലോ അളിയ, നീ ഗൾഫീന്ന് വന്നാ? എടാ, ഞാൻ പറഞ്ഞ 10 വർഷത്തോളം മണ്ണിനടി കുഴിച്ചിട്ട് കുപ്പിനി കൊണ്ടുവന്നാ. അപ്പൊ ഇന്ന് വൈകിട്ട് നമ്മൾ അടിച്ച് തകർക്കും. തള്ള എവിടെ പോയി? അമ്മേ, എന്റെ കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അവൻ ഗൾഫിൽ നിന്ന് എനിക്ക് എന്താന്നാ കൊണ്ടുവന്നത്? 10 വർഷത്തോളം മണ്ണിനടിയിൽ കുഴിച്ചിട്ട സാധനം. എന്റെ ദൈവമേ, അറബിയുടെ ശവം. പിന്നെ നീ ആ കേസിലൊന്നും ബന്ധപ്പെടില്ലേ? ഇത് പോലീസിലൊന്നും നിൽക്കൂല, പട്ടാളത്തിലാ നിൽക്കുള്ളു. പിന്നെ പട്ടാളങ്ങൾ വരും ഇങ്ങനത്തെ മുഖമുള്ള ജീപ്പില്. പട്ടാളക്കാർ ജീപ്പ് കണ്ടിട്ടില്ല, ഇങ്ങനത്തെ മുഖമുള്ളത്. അതാണ് മിലിറ്ററി ട്രക്ക്. അത് നിനക്ക് പറയാൻ പറ്റും, പക്ഷെ എനിക്കത് പറയാൻ പറ്റൂല. ഈ പിള്ളേര് ഈന്തപ്പഴം തന്നിട്ട് കുരുതൂപ്പൂലേ, അതേപോലെ പല്ല് മൊത്തം കൂടെ കിടക്കും.
എന്റെ അമ്മ എന്റെ മനസ്സിൽ മുഴുവൻ ബിസിനസ് ആണ്. അതൊക്കെ എന്റെ അച്ഛൻ. ഞാൻ ഈ ബിസിനസിന്റെ കാര്യം പറഞ്ഞപ്പോ അച്ഛൻ വീടിന്റെ ആധാരം എടുത്ത് എന്റെ കയ്യിലേക്ക് തന്നു. പക്ഷെ ബിസിനസ് പൊളിഞ്ഞു പോയി. അതുപോലെ അമ്മയും ഈ വീടിന്റെ ആധാരം എടുത്തിരിക്കുക. ഞാൻ ഒരു കിടക്കാച്ചി ബിസിനസ് അങ്ങോട്ട് ചെയ്യട്ടെ. നിന്റെ തന്ത ചെയ്ത പോലെ ഞാൻ അങ്ങനെ ചെയ്യണം. സംഭവം കൊള്ളാം. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ മോനെ. എന്ത് പ്രശ്നം? നിന്റെ തന്തയില്ല എന്റെ തന്ത. ചിരിച്ച് ചിരിച്ച് ചിരിച്ചൊരു വഴിയാണ്. അയ്യോ നല്ലതായിരുന്നു അല്ലേ പകർ ചേട്ടാ? ബൈജുകുട്ടാ, എന്തോ പ്രവീണേ, എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൗണ്ടറാന്നറിയാം. ഞാൻ പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചാണോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടേ പറയാനുള്ളൂ. വേറെ ഒന്നുമല്ല, ഒരു ചെറിയ കരച്ചില്. അത് അടുത്ത വീട്ടിലെ കപ്പി, അതായത് കപ്പി സൗണ്ടാണ്. ആ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചാ ബൈജു? അങ്ങനെ ഒരു ഉദാഹരണം ഇതുവരെയും കേട്ടു. ചോട്ടർ ഗംഭീര രസമായിരുന്നു. ഇനി നിങ്ങൾ പറയട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2-3 ജോക്സ് ഇതിലേതൊക്കെയായിരുന്നു? സ്റ്റാർട്ടിങ്ങില് ദീപ് ഇവിടെ ബ്രേക്ക് പറഞ്ഞ സമയത്ത് എല്ലാരും അത് ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത് ദീപ് ഞാൻ 16 വയസ്സില് പെണ്ണ് കാണാൻ വന്നല്ലേ. അല്ല, എന്നാലും 16 വയസ്സിൽ ഇതുപോലെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇല്ല ഒരു പ്രണയം. ഞാൻ ആദ്യം എന്റെ പണയം എടുക്കട്ടെ. തങ്കച്ചൻ ചേട്ടൻ ഒരു വീട്ടില് 2 പ്രാവശ്യം അയ്യോ എന്റെ ദൈവമേ, ഇനി അത് ഡിസ്കവറി ചാനലിൽ മാത്രമേ കാണിക്കാവുള്ളൂ. അത് ഞങ്ങൾക്ക് അറിയണം. അല്ല, അനിയനും ചേട്ടനും ബ്രോക്കറാണ്. അപ്പോ അനിയൻ കൊണ്ടുപോയി കാണിച്ചിട്ട് അനിയൻ പോയിട്ട് പിന്നീട് ചേട്ടൻ വന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞില്ല, വീട് ഇന്ന സ്ഥലമാണെന്ന് പറഞ്ഞില്ല. അപ്പൊ ആദ്യം പോയത് ഫ്രണ്ട് വഴി, അപ്പൊ രണ്ടാം പ്രാവശ്യം പോയത് ബാക്ക് വഴി. അപ്പൊ എനിക്കിത് മനസ്സിലാവുന്നില്ല. അവിടെ ചെന്നപ്പോ എനിക്ക് ചില മുഖങ്ങൾ പരിചയമുണ്ട്. അപ്പൊ എനിക്കൊരു നാണം. ഒരു പ്രാവശ്യം അവിടെ പോയതല്ലേ, പെണ്ണിന്റെ അച്ഛനെയൊക്കെ, അത് ഒരു നാണം. ചോദിച്ചപ്പോ ഈ സെയിം വീട് ഫ്രണ്ട് ഭാഗം അവര് ഗേറ്റ് ഇത് മതിൽ വെച്ച് അടച്ചു കളഞ്ഞു. ബാക്കിൽ ഒരു കിണർ വന്ന്. ഇതാണ് വ്യത്യാസം. നിങ്ങൾ ചെല്ലാതിരിക്കാൻ വേണ്ടി എനിക്ക് ഫ്രണ്ട് കയറ്റി വെച്ചാൽ അങ്ങനെയല്ല, ഇത് ഒരു 1-2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ശരി, അടിപൊളി. എന്തായാലും നമുക്ക് മൂൺ വോക്കിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് തെന്നി മാറി ഒന്ന് അങ്ങോട്ടേക്ക് വരെ പോട്ടെ. കാരണം ഇതുപോലെ കോമഡി രംഗങ്ങളും കോമഡി സീൻസും ഒക്കെ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. എല്ലാം ഉണ്ട്. ഇപ്പം റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, അതേപോലെ തന്നെയാണ് ഡാൻസും അതിലൊരു ഭാഗമാണ്. അങ്ങനെ ഈ പിള്ളേരാണെങ്കിൽ നല്ല കിഡിലായിട്ട് ഡാൻസ് കളിക്കുന്നവരാണ്. അവിടുന്ന് 2 പേരാ വെല്ലുവിളിക്കണം. നിങ്ങൾ പിടിച്ചത് മൂർഖന. ഒരാളെ കൂടെ വിളിക്കണോ? സെന്റർ കളിക്കണ്ടേ? പ്രേമും മനോജും ആണ്. എനിക്ക് സെന്റർ കളിക്കണ്ടേ? ചുമ്മാ പറഞ്ഞാട്ടെ, എനിക്ക് ഒറ്റക്ക് കളിക്കാൻ പേടിയായിട്ട് 2 പേരെ വിളിച്ചത്. Don't be lazy. Move your body. Don't. താങ്ക് യു മനോജ്, താങ്ക് യു പ്രേം. എന്തായാലും ഗംഭീരമായിരുന്നു ചേട്ടാ. പിള്ളേര് പേടിച്ചു. നമ്മള് പേടിപ്പിച്ച് വിട്ടാൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് പേടിച്ചാലോ? ബാറ്ററി കാണണ്ടേ? പേടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, എത്ര ഏത് കിട്ടിയെന്ന് അറിയില്ല. എന്തായാലും നമ്മുടെ സ്കിറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രൂമർ ജിഷോ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഒരു മിനിറ്റ്, നിങ്ങളുടെ പാടായി. ജിഷോ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് നോക്കാം ബാറ്ററി എത്രത്തോളമാണ് ചാർജ് കയറിയിരിക്കുന്നത് എന്നുള്ളത്. യെസ്, ₹33,000 ആണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ, പൊളിച്ചു. ബാങ്ക് ഓഫ് കൊച്ചി ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് തരുമോ? ഒട്ടും താമസിക്കുന്നില്ല, സമയമില്ലാത്തോണ്ട് ഒരു വിട്ടുവീഴ്ചയില്ല. ഇനി നമുക്ക് തിരിച്ചു വരണം, ശക്തമായിട്ട് അടിപൊളിയായിട്ട് ഇതുപോലെ പാട്ടും ഡാൻസും സ്കിറ്റും തമാശയും ഒക്കെ ആയിട്ട് പൊളിക്കണം. പിന്നെ ഓക്കെ, എനിക്കൊരു ആഗ്രഹമുണ്ടേ, ഞാൻ പറയട്ടെ. ഫസ്റ്റ് ആഗ്രഹം എന്ന് പറയുന്നത് എന്തായാലും സിനിമ മൂൺ വാക്ക് പോയി ഞാൻ കാണും. രണ്ടാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത് അതിന്റെ ടിക്കറ്റ് എനിക്ക് ഫ്രീ ആയിട്ട് തരണം.
ചുമ്മാ പറഞ്ഞ രണ്ടാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് മൂൺ വോക്ക് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ആ ആഗ്രഹം ഞാൻ പറഞ്ഞപ്പോൾ ഡയാനയും പറഞ്ഞു മൂൺ വാക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, അദ്ദേഹം മൂൺ വാക്ക് ഇപ്പം MJയുടെ ഫിഗർ ചെയ്യുന്ന ആളാണ്. മൈക്കിൾ ജാക്സൺ. അതെ, MJ പോലാണ് ഭക്ഷണം കഴിക്കുന്നത്, കിടന്നുറങ്ങുന്നത്, ജീവിക്കുന്നത്. ആരാണ് വ്യക്തി? അതെ, അറിയാവോ ആരാന്ന്? ദാ നിൽക്കുന്നത് ജാക്സനെ പോലെ പാടും. ജാക്സൺ പാടുട്ടോ. ട്രയൽ പ്ലീസ്, ഒരു ട്രയൽ. She was more like a beauty queen from the movie scene. Shadow my, but do you mean I am the one who would dance on the floor and around? She said I am the one. അപ്പൊ ഇനി നെക്സ്റ്റ് മൂൺ വാക്ക് പഠിക്കാൻ തന്നെയാണ്. പഠിപ്പിച്ച എങ്ങനെയാണ് മൂൺ വാക്ക് ചെയ്യേണ്ടത്? ജസ്റ്റ് പുഷ് ചെയ്താൽ മതി. വളരെ സിമ്പിൾ. 1 2 3 go. ഒരു സെക്കൻഡ്, ഗൗൺ ഒന്ന് പൊക്കിട്ട് ചെയ്യാമോ? നമ്മളെ കൊണ്ട് നടക്കില്ല, പക്ഷെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. പഠിപ്പിച്ചത് എന്തായാലും മനസ്സിലായി, ഏകദേശം ഒരു കുറച്ച് മനസ്സിലായി. നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല മനോജിനോട് ഞാൻ ചോദിക്കണം, മനോജ്, കാരണം ആദ്യം നമ്മൾ പറഞ്ഞു വന്നപ്പോൾ വെറുതെ ലാലേട്ടെന്ന് പറഞ്ഞു പോയെങ്കിലും ലാലേട്ടോട് അഭിനയിക്കാൻ കിട്ടുന്ന ഒരു സ്പേസ്, അല്ലെങ്കിൽ ആ സ്ക്രീൻ സ്പേസ് തന്നെ കുറേ ഉണ്ട്. അതും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പൊ ഒന്ന് നമ്മളായിട്ട് ഷെയർ ചെയ്യോ ആ ഒരു എക്സ്പീരിയൻസ്? ലാലേട്ടനോടുള്ള എക്സ്പീരിയൻസ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചു പിള്ളേരെ പോലെയാണ്. നമുക്ക് ഭയങ്കര രസമായിട്ട് അഭിനയിക്കാം. മോനെ ചായ കുടിച്ചു എന്നുള്ള രീതിയിൽ. എന്റെ വീടിനടുത്ത ഞാൻ ലാലേട്ടന്റെ വീടിനടുത്താണ്. അങ്ങനെ പറഞ്ഞാൽ ശരിയാണ്. അതെ, ലാലേട്ടന്റെ വീട് മുടവൻ മുകളും എന്റെ വീട് പുന്നയ്ക്കാൻ മുകളും, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞു എങ്ങനെ മുടവൻ മുകളിനടുത്താണ് താമസിക്കുന്നത്, ആണോ എന്നൊക്കെ ചോദിച്ച് ഫണ്ണായിട്ട് പോയി. പക്ഷെ ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ടിപ്സ് ചോദിക്കണമല്ലോ, ലെജൻഡ് അല്ലേ. അപ്പൊ ഞാൻ അഭിനയിക്കുന്നത് ഓക്കെയാണോ? ഞാൻ അണ്ണാന്ന് വിളിക്കാറുണ്ട് ഇപ്പോഴും. പിന്നെ ഞാൻ ചോദിച്ചായിരുന്നു, ഇങ്ങനെ ഞാൻ അഭിനയിക്കുന്നത് കൊള്ളാമോ, ഓക്കെയാണോ? അതെന്താ മോനെ നീയല്ല നല്ല ഈസി ആയിട്ടല്ലേ ചെയ്യുന്നത്? പിന്നെ ഭയങ്കര ഫണ്ണായിട്ട് പോയി ഭയങ്കര. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അണ്ണ എന്നുള്ള വിളി, അണ്ണ എന്തോന്ന് അണ്ണ എന്നുള്ളതായി. പിന്നെ ജസ്റ്റ് ആ ഒരു ഫ്രണ്ട്ഷിപ്പും ആ ഒരു ബന്ധവും ഇപ്പോഴും തുടർന്നു അങ്ങനെയാണ്. പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ സിനിമയെ പറ്റി എന്തായാലും നമ്മൾ ട്രെയിലർ കണ്ടു, പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണെന്ന് മനസ്സിലായി, നിങ്ങളുടെ വൈബ് മനസ്സിലായി. എങ്കിലും നിങ്ങൾ പറയുമ്പോൾ അത് കുറച്ചുകൂടി ലവിങ് ആയിരിക്കും. സോ മീനാക്ഷി, എല്ലാവരും ഒത്തിരി എഫേർട്ട് ഇട്ട് ചെയ്തൊരു സിനിമയാണ്. ഇപ്പം ഇവരെല്ലാവരും, ഞങ്ങൾ ഫീമെയിൽസ് പിന്നെയാണ് ജോയിൻ ചെയ്തത്, പക്ഷേ ഇവർ ചെക്കന്മാരെല്ലാവരും 3 മാസത്തോളം നിന്ന് ഫിസിക്ക് ഫിറ്റാക്കുകയും അതുപോലെ തന്നെ ഡാൻസ് അറിയാത്തവർ ഡാൻസ് പഠിക്കുകയും ഡാൻസ് അറിയുന്നവർ തന്നെ ഡാൻസ് അൺലേൺ ചെയ്ത് റീലേൺ ചെയ്യും. കാരണം സ്റ്റൈലൊക്കെ ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ചെയ്ത് ഒത്തിരി കഷ്ടപ്പെട്ടൊരു മൂവിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിലേക്ക് വരുമ്പോൾ എല്ലാവരും ഇതിനെ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് അറിയേണ്ടതെന്ന് പറയുന്നത്, നമ്മുടെ കൂട്ടത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്, ഡാൻസ് ചെയ്യുന്നവരുണ്ട്, പക്ഷെ അല്ലാണ്ട് ഒരു ബീറ്റ് ബോക്സർ ഉണ്ട്. ബീറ്റ് ബോക്സിംഗ് ചെയ്യുന്ന ഒരു കിടിലമുണ്ട്. ആൻഡ് ദാറ്റ്സ് വൺ ആൻഡ് ഓൺലി സിദ്ധാർത്ഥ്. ബീറ്റ് ബോക്സ് ചെയ്യുന്നു, അതിനനുസരിച്ച് നൃത്ത ചൂടുകൾ വെക്കാൻ ഡയാന ആൻഡ് മനോജ്. അവിടെ റെഡിയാ? ഇതേ